നമുക്കൊപ്പം ശരൺ കൂടി ചേരുന്നുണ്ട്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. നേരിയ തോതിൽ മഴ ശമിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവൻവണ്ടൂരിൽ, മുട്ടാറിൽ, തലവടി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ സ്ഥിതി രൂക്ഷമാണ്. അച്ചൻകോവിൽ, പമ്പ, മണിമലയാറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഭൂരിഭാഗം റോഡുകളിലേക്കും വെള്ളം കയറി ഗതാഗതയോഗ്യമല്ലാതായിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളിൽ ഗതാഗതം പ്രതിസന്ധിയിലാണ്. അതേസമയം തിരുവല്ല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വെള്ളക്കെട്ടിന് അല്പം ശമനമുണ്ട്. എംസി റോഡിലെയും വെള്ളം താഴ്ന്നിട്ടുണ്ട്. വീടുകളിലെ ദുരിതം തുടരുന്നു. പുളിക്കീഴ്, കടപ്ര, നിരണം മേഖലകളിൽ വീടുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. തിരുവല്ല, തിരുവൻവണ്ടൂരിൽ വെള്ളം കയറിയ പ്രദേശത്ത് ജയശങ്കറുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് ശരണും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ ശരണിലേക്ക്. ശരൺ, തിരുവല്ല, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ എംസി റോഡിൽ ഇപ്പോൾ വെള്ളമില്ലെന്ന് തോന്നുന്നു. എംസി റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങി. ചെങ്ങന്നൂരിൽ എന്താ അവസ്ഥ ശരൺ? അരുൺകുമാർ, ഈ ചെങ്ങന്നൂരിൽ രണ്ട് കാര്യങ്ങളാണ്. അതായത് ചിലയിടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ പാണ്ടനാട് പഞ്ചായത്തിൽ നമ്മൾ കണ്ടിരുന്നതാണ്. ഇന്നലെ മൊത്തം അത് മുങ്ങിപ്പോയതാണ്. അവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് എംസി റോഡിലടക്കം വെള്ളം മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മറ്റ് ചില ഇടങ്ങളിൽ, തിരുവൻവണ്ടൂർ അടക്കമുള്ള ഇടങ്ങളിൽ ഇപ്പോഴും സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. തിരുവൻവണ്ടൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 25 വീടുകളാണ് ഇവിടെ ഉള്ളത്. ഈ വീടുകളൊക്കെ തന്നെ ഇപ്പോഴും മുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു, അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് പമ്പയാറും മണിമലയാറും, ഈ 2 ആറുകളിൽ നിന്ന് കരകവിഞ്ഞൊഴുകുന്ന വെള്ളമാണ് ഇത്തരത്തിൽ ഇവിടേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ആറന്മുള അടക്കമുള്ള ഇടങ്ങളിൽ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് ആ വെള്ളം പൂർണ്ണമായും ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഇവിടേക്ക് എത്തുമ്പോൾ ഇതിന്റെ തോത് ഉയരുമോ, ഇപ്പോൾ ഉയരുമോ കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെയാണ് പലയിടങ്ങളിലും കനത്ത മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം കൂടിയുള്ളത്. ചേട്ടാ, ഇപ്പോൾ ഈ ആളുകളെ മാറ്റിയിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. മേച്ചേര സ്കൂളിലേക്കാണ് മാറിയിരിക്കുന്നത്. 30 വീട്ടുകാർ ഇവിടെ ഉണ്ട്. അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. ഈ പ്രദേശത്തെ വീടുകളിലൊന്നും ആരുമില്ല. ഇവിടെ സഹിച്ചറിയാനുള്ള ഇടപെടൽ വീടിന്നൊക്കെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? എല്ലാം ഷെയ്ഡിലൊക്കെ പൊക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ സാധനം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. സഹിച്ചറിയാൻ്റെ നല്ലൊരു ഇടപെടൽ ഇവിടെ നടന്നിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി, LC സെക്രട്ടറിമാരുടെ അതാണ് ഈ പാർട്ടി പ്രവർത്തകരടക്കം അവരുടെ അടക്കം സാന്നിധ്യത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അടക്കം ഇവിടെ നടന്നിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ചെങ്ങന്നൂർ താലൂക്കിലാണെന്നുള്ളതാണ്. 25 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് 428 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകൾ മഴ കനക്കുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അപ്പർ കുട്ടനാട്ടിൽ കുറച്ചുകൂടി സ്ഥിതി ഗുരുതരമാകും. ചിലയിടങ്ങളിൽ നിന്ന് മാത്രമാണ് വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ സാഹചര്യം തുടരുന്നുണ്ട് തന്നെ വലിയ ജാഗ്രത ഇവിടെ തുടരുകയും ചെയ്യുന്നതാണ്. ഏതായാലും കൂടുതൽ മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു പാടമാണ്. ഈ പാടത്തിന് ചുറ്റുമായിട്ട് നിരവധി വീടുകളുണ്ട്. ഇതൊക്കെ തന്നെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. അരുൺകുമാർ, ഓക്കെ. ചെങ്ങന്നൂരിൽ നോക്കൂ, ഇപ്പോഴും പാടവും റോഡും ഒന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നേരിയ തോതിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നിരണം ഭാഗത്ത്, പുളിക്കീഴ് ഭാഗത്തൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ട്.